അപ്പൊ ഇന്ന് കൃഷ്ണ ജന്മാഷ്ടമി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റെഡിയാക്കാം. എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? എന്താണ് ഇന്നത്തെ ദിവസം? എന്താണ് ഇമ്പോർട്ടൻസ് ചെയ്ത നല്ലാണ്. ഇന്ന് എന്താണെന്നറിയോ? ജന്മാഷ്ടമി. അറിയാം. ജന്മാഷ്ടമി ആരുടെ? ഏട്ടന്റെ ഡേ. ഏട്ടന്റെ ഡേ ആണ്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? റിയലി കൃഷ്ണ ബർത്ത്ഡേ ആണ്. നമ്മളെ കൃഷ്ണനായിട്ട് ഒരു ഉറിയടി മത്സരം ഉണ്ട്. കുട്ടികളുടെ മത്സരം ഒന്നല്ല അല്ലെ, ഉറിയടി മത്സരമാണ്. മക്കളുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം. അപ്പൊ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കാണ്. അമ്മ അവിടെ റെഡി ആകുന്നുണ്ട്. ഒക്കെ ഹറിബറി ആയിപ്പോയി. അവിടെ ബേബി അവിടെ എഴുന്നേറ്റ് കിടക്കുന്നുണ്ട്. കൃഷ്ണന്റെ പുരുകം ഞാൻ ഏകദേശം വരച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണെന്നറിയോ, നമ്മള് വേഗം അവിടെ എത്തണം. ഇവിടെ എപ്പോഴും അങ്ങനെയാണ്, ലാസ്റ്റ് മൊമെന്റ് ഹറിബറി. ഒരു സെക്കൻഡ് ചക്കര കുട്ടി, അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഒരുക്കണം. അതാണ് ഇപ്പൊ എനിക്ക് ആകെ ടെൻഷനായി പോയത്. ഇതന്നെ ഇടാല്ലേ? ഒരു ഇതിടണോ അല്ലെങ്കിൽ ഒരു മറൂൺ കുർത്തി ഇടണോ എന്നുള്ളതാണ്. ഇതാണ് ഹേവുന് കംഫർട്ടബിൾ അല്ലേ ഇതിനേട്ടാ? നോക്ക്, ഇത് അകത്ത് എങ്ങനെ ഇട്ട് കൊടുത്തല്ലോ, അകത്തേക്ക് ഇട്ടിട്ട് ഇവിടെ പൗഡർ ഇട്ട് കൊടുക്കാം അല്ലേ? ഞാനേ അയ്യോ എന്റെ കുട്ടിക്ക് മോണി കണ്ണടയ്ക്കും ഒന്നല്ലേ ഇതാക്കരുത്, കൈ കൊണ്ടൊന്ന് തൊട്ടിട്ട് എന്താ പറയാ അങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല കേട്ടോ ബാബക്കുട്ടി. വരയ്ക്കാനാണെന്ന് ഇനി വേറെ എവിടെയും വരയ്ക്കില്ല. ഈ വരച്ച സ്ഥലത്തൊന്നും കുട്ടി സ്പ്രെഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്നുകൂടി എനിക്കും പേര് കാണിക്കേ, ഇത്രേ ഉള്ളൂ. കണ്ണ് അങ്ങനെ ചുളിയുന്നു വാവേ, മമ്മിക്ക് ഇട്ട് തരാൻ പറ്റണില്ല. ഒരുപാട് താഴേക്കാവുന്ന കാണിക്കേ. കാണിക്കുന്നത് അങ്ങോട്ടും അങ്ങോട്ടും ഞാൻ എവിടെ കൊണ്ടിട്ട് വരും എന്റെ കൃഷ്ണ. നോക്കട്ടെ, എന്തെങ്കിലൊക്കെ ആയി കിട്ടിയ മതി. അതന്നെയാണ് ഡ്രസ്. കാണിക്കേ, ജുവാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജുവാനെയും കൃഷ്ണനാക്കായിരുന്നു അല്ലേ അമ്മ? ജുവാനൊരു എന്താന്നറിയോ കാര്യം? ഇപ്പൊ തന്നെ അമ്മ ജുവാനെ എടുക്കുന്നത് നമ്മുടെ ഹേവക്കുട്ടിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ ഏത്ത? അമ്മ ജുവാനെ എടുക്കുന്നത് കൊഞ്ചിക്കുന്നൊക്കെ നമ്മുടെ ഇത് ബ്ലൂ അല്ല വൈറ്റ് ആണ്. വൈറ്റ് എന്തായാലും ഇടണം. ഹേവിന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ജുവാനാണെങ്കിൽ ഹേത എന്ന് പറഞ്ഞാൽ ജീവന്റെ ബ്ലൂ ആണ് വേണ്ട. ഓക്കെ, ബ്ലൂ സമ്മതിച്ചു. അപ്പൊ ഹേവുന് ബ്ലൂ ആണ് ഹേവുന്റെ ഫേവറേറ്റ്. ഇതിന്റെ അകത്ത് ഒന്നും ഇല്ല സംഭവം. യെല്ലോ എവിടെടാ? യെല്ലോയും ഇത് ആക്ച്വലി ഇത് എപ്പോ വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. അത് തീർന്നു, പിന്നെ വാങ്ങി ഞാൻ. എനിക്കിങ്ങനെ എനിക്ക് തോന്നുന്നു മുത്തപ്പൻകാവിൽ പോയപ്പോ അതന്നെ അവിടെ ചെന്ന് വന്നു തന്നെ. മുത്തപ്പൻകാവിൽ ചെന്നപ്പോ ആ സമയത്ത് വാങ്ങിയത്. എനിക്ക് ഇങ്ങനെ പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്, കളർ പൊട്ട്. അപ്പൊ ഞാൻ ഇത് മാത്രമാണ് ഉപയോഗിക്കാറ്. ദൈവമേ, ചെയ്യണമൊക്കെ നല്ല രീതിയിൽ വരണേ. എനിക്ക് അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. എന്റെ കുഞ്ഞാകെ അത്രയും ത്രില്ലടിച്ച് നിൽക്കുക, ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇനി കൊളാക്കരുതെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഓറഞ്ചും കൂടി ഒന്ന് ട്രൈ ചെയ്യാണ് ഇതിന്റെ മേലെ. അയ്യേ, ഓറഞ്ച് നല്ലതായിരുന്നു. പിന്നെ എന്റെ ഹേവ് കൂട്ട അതിനേക്കാളും നല്ലത് ഓറഞ്ച് ആയിരുന്നടാ. മിഡില് വൈറ്റാ വേണ്ട. കണ്ടോ, ഇതാണ് അട്രാക്ഷൻ. കണ്ടോ,
അപ്പൊ ഫൈനൽ ഫേസിന്റെ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ ഒക്കെ അവന്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി പരിപാടി കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു നിന്നാ. ഇനി ചക്രക്കുട്ടിക്ക് ഞാനൊരു കുഞ്ഞു ദൃഷ്ടിപ്പൊട്ട് വെച്ച് വിട്ടേക്കട്ടെ. ദൃഷ്ടിപ്പൊട്ട് കൂടി കഴിഞ്ഞാല് എന്റെ കുട്ടിതാ ദൃഷ്ടിപ്പൊട്ട് കാണിച്ചെടുക്ക്. എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ ഞാൻ ഓരോന്നും ചെയ്തിട്ടുണ്ട്. ഇന്നോടെ കമ്മല് മറ്റേതാവും തൂക്കില്ല, അതുകൊണ്ട് ഞാൻ പൊട്ട കമ്മലാക്കി. വലുതുണ്ട് കേട്ടോ, പക്ഷെ വലുത് രണ്ട് കളറാ. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി. ഇതാണ് നമ്മുടെ ഓടക്കുഴൽ, എന്റെ ദാണ്ടിയ സ്റ്റിക്കാണ്. ഇനിയിപ്പോ വരാനുള്ള ഓർണമെന്റ്സ്. അതിന് മുമ്പ് ഹേവൂര് ഡ്രസ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എങ്ങനെ ഇടാന്ന്. ഡാഡി വന്നിട്ട് കേട്ടെ. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ഡ്രസ് ഇട്ട ശേഷം ചെയ്യാം. ബാക്കിയൊക്കെ ടൈറ്റ് അല്ലേ വാവ? എന്തെങ്കിലും ലൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉറിയടിക്കാനുള്ളതാണ്, ഉറിയടിക്കാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ ഇനി ദിനൂസ് ഇത് ചെയ്തോട്ടെ. ഞാൻ എന്റെ ഭാവിക്ക് ഇച്ചിരി പാല് കൊടുക്കും. നോക്കട്ടെ. എനിക്കിത് മനസ്സിലാവില്ലേ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഹേവ് നോക്കേ. ഓ, അവിടെയായിരുന്നോ? അതെനിക്ക് മനസ്സിലായില്ല. ചക്രി ഹേവു ഇനി അത് കഴിഞ്ഞാൽ ഇതാ നെക്സ്റ്റ് വൺ മോർ പീസ്. അപ്പൊ ഡെക്കറേഷൻ എന്റെ റോൾ ഇത്ര മാത്രമേ അല്ലേ? ബാക്കി കാര്യങ്ങൾ ലൂസാണ് തോന്നുന്നല്ലേ? ക്രൗൺ ലൂസാ അങ്ങടെ. ഇത് ഫീൽ നമ്മുടെ ദിനൂസ് ഫിക്സ് ചെയ്തു അല്ലേ? ഞാൻ ഇതിട്ട് കൊടുക്കട്ടെ. ഏത് കയ്യില്? ഓക്കെ ഓക്കെ. നമ്മ വളയിട്ടു. അല്ല, നമ്മുടെ മോതിരാട് പോയി ചകരും. നമ്മളെല്ലാരും കൂടി ഇന്ന് ഉറിയാടി പ്രോഗ്രാം അല്ലേ? അപ്പൊ അതിന് വേണ്ടിട്ട് വന്നാണ്. അമ്പലത്തെത്തി ടെമ്പിളില്. അപ്പൊ അയ്യപ്പ സ്വാമി ക്ഷേത്രം 4 മണി 4:30 തുടങ്ങുന്ന പറഞ്ഞ. അവിടെ ഒരു ഉറി കാണുന്നു നമ്മുടെ കാറിന്റെ മേലെ. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിന്റെ പരിപാടിയൊക്കെ ആയിട്ടാണ്. ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് മോനിങ്ങനെ ഒരുങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ മോള് കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ലല്ലോ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പൊ മോള് കാറിലിരിക്കും. പിന്നെ ഇവരെ അവിടെ ഇരുത്തിയിട്ട് വരില്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവരെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മോനെ എടുത്തിട്ട് പരിപാടി തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേയുള്ളൂ. ഇതാ നമ്മുടെ സുന്ദരക്കുട്ടനും. എന്താണ് കൃഷ്ണൻ? അതാ ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഇതാ ബാവ ഇത്രയും നേരം ഉറങ്ങിയതാണ് കേട്ടോ. ഇത്രയും നേരം കാറിന്ന് ഉറങ്ങായിരുന്നു. എങ്ങോട്ടാ പോകുന്നു പിന്നെ ആൾക്കറിയില്ലല്ലോ. ഇത് പ്രസവിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ആദ്യത്തെ യാത്രയെ കാറില് ഇങ്ങോട്ടേക്ക് അല്ലേ? അപ്പൊ ഇതാ സുഖമായിട്ട് ഉറങ്ങി. ഇപ്പൊ എന്ന് പറഞ്ഞത് അപ്പൊ എണിക്കുന്നു. അപ്പൊ ഞാൻ കാറിന്ന് പുറത്തിറങ്ങിയത് അവിടെ ഒക്കെ ഒന്ന് കണ്ടോട്ടെ അല്ലേ ബാബ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇവിടെ ആദ്യം വന്നിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ അമ്പലത്തിലേക്ക്. ഇതിപ്പോ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നല്ലൊരു സുഖമാണ് കേട്ടോ. അതെ അതെ അതെ. പ്രോഗ്രാം തുടങ്ങിക്കൊണ്ടിരിക്കണു. ഞങ്ങളന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. വേഗം വരണം സർ, വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുന്നേ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടുത്തെ ഒരു അംഗങ്ങളാണ് അല്ലേ? ഇവരൊക്കെ ഇത്രയും ആൾക്കാർ കമ്മിറ്റി ഇതിലുള്ള ആൾക്കാരാണ്, ഭാരവാഹികളാണ്. അപ്പൊ പിന്നെ ഞങ്ങളൊരു 4:10 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സമയത്ത് 4:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തി. ഇപ്പൊ അതാ പരിപാടി തുടങ്ങി. ഇനി ഞാൻ കുഞ്ഞിനെ മോളെടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് വരും. നമുക്ക് അമ്പലം എങ്ങനെയാണ് ചേച്ചി എവിടെ എന്താ പേരെന്താ? എല്ലാരും പുതിയതല്ലേ? ജയശ്രീ. ഇതൊക്കെ നമ്മുടെ മലയാളികളാണ്. പേരെന്താ? സതി. എവിടെ വീട്? ചെങ്ങന്നൂര്. അമ്മന്റെ വീട് എവിടെയാ? എരുമേലി. അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മുടെ പരിപാടി. അപ്പൊ അവിടെയാണ് അമ്മന്റെ വീട് അല്ലേ? സന്തോഷം. കൃഷ്ണ ഹാപ്പി ആണോ? അത് ആ മട്ടടിച്ച് പൊട്ടിക്കാൻ ആണോ? ഇവിടെ നോക്ക്, സ്ക്രീനിലോക്ക്. എന്ത് പറ്റി? എന്താ പ്ലാൻ അതിന്റെ ഉള്ളില്? ചോക്ലേറ്റ് കിട്ടുന്നതാണോ അതോ ഐസ്ക്രീം? ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് വരുന്നുണ്ട് മമ്മി. ഐസ്ക്രീം അല്ല,
ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം ആണെങ്കിൽ മെൽറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ഐസ്ക്രീം കിട്ടില്ല. ചോക്ലേറ്റ് ആണോ? ആർക്ക് ചോക്ലേറ്റ് കിട്ടും, ആർക്ക് പ്രൈസ് കിട്ടും. കൃഷ്ണന്മാര് കൂടി വരുന്നുണ്ടല്ലോ ഹെവ്കൂട്ടാ. കൃഷ്ണന്മാര് കൂടി വരുന്നുണ്ടല്ലോ. അത് നമ്മളിപ്പോ എന്ത് ചെയ്യാ? അതിപ്പോ എങ്ങനെയെങ്കിലും ആ മടക്കി അടിച്ചു പൊട്ടിക്കണം. അതിനാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ ഹൗസേ, അതിനെന്താ കിട്ടുക നമുക്ക്? ചോക്ലേറ്റ്. ചോക്ലേറ്റ് കിട്ടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ അടിച്ചു പൊട്ടിക്കുന്നത്. അടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പറഞ്ഞതാണ്. ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഐസ്ക്രീം ആയിരിക്കും. ഇപ്പൊ കണ്ടിട്ട് എന്റെ ചോക്ലേറ്റ് ആണ്. ആ പൂജാരി അത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂജാരി മലയാളിയാണ്. പൂജാരി മലയാളി അല്ലേ? അത് നമ്മുടെ ഉറിയടി പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ലൊരു പരിപാടിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം കണ്ടിട്ട്. പിന്നെ 18-ാം പടി എന്ന് വെച്ചാൽ എല്ലാ ടൈമിലും കയറാനൊന്നും പറ്റില്ല. ശബരിമലയ്ക്ക് സാധാരണ ശബരിമലയ്ക്ക് പോകുന്ന ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ 41 ദിവസം വ്രതം എടുത്തിട്ട് മാത്രം ഇതേ കയറാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് അപ്പുറത്തോടെ ഒരു വഴിയുണ്ട്, നമ്മൾക്ക് അതേ കയറി ആ ദർശനം കിട്ടും. അപ്പത്തോടെ പോയാൽ മതി. പിന്നെന്താ പറയുക, അതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഇവിടെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇവര് കണ്ട പരിചയമുണ്ട്. പിന്നെ അമ്മയും മക്കളുടെ അമ്മയാണോ, പക്ഷെ ഇവിടെ അമ്മനെ കാണാൻ എങ്ങനെ സാഹചര്യം വന്നിട്ട് അവർ ചർച്ച ചെയ്തിട്ട് എന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു. അത് ഹാപ്പി ആൻഡ് ഗോൾഡ് വകയായിരുന്നു. നമ്മൾക്ക് വരാൻ പറ്റില്ല, കുഞ്ഞല്ലേ, കുഞ്ഞിനായിട്ട് ഇത്രയും നേരത്തെ വരാൻ പറ്റില്ല. പിന്നെ ഹേതോമോൻ ഇതുപോലെ കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവർ 2 മണിക്ക് ഞങ്ങൾ അവിടെ കൃഷ്ണന് വേഷം ഇട്ട് 4:30-ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവിടെ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നദാനം കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്നദാനം വീട്ടിലേക്ക് പാർച്ച് ചെയ്ത് ബാക്കി കൊണ്ടുപോവുകയാണ്. ഇപ്പൊ കൊയിലാണ്ടിൽ നിന്ന് ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പായസം എടുത്ത് വെച്ചിരിക്കണം. ഞങ്ങൾക്ക് 3 ആൾക്ക്, ഞാനുള്ളത് അവർക്ക് അറിയില്ലല്ലോ, ഇവർ അച്ഛനും മക്കൾക്ക് 3 ആൾക്ക് പായസം എടുത്ത് വെച്ചിരിക്കണം. പിന്നെ അതെല്ലാം ഞങ്ങൾ കഴിച്ച് പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് അമ്പലത്തിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങൾ. ഏകൂടൻ വന്നു, ഗ്രാൻഡായിട്ട് ഒക്കെ കൂടെ അടിച്ച് പൊളിച്ച് മടക്കിയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളത്തെ ചോക്ലേറ്റും പിന്നെന്താ പൈസ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് അവന് വളരെ സന്തോഷമായി. പിന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് മലയാളി മീൻസ് ഏതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഫുള്ള് മലയാളമായിരുന്നു ഇവിടെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലും വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.